നമസ്കാരം. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി അകത്താകാൻ പോകുന്നത് ആര് എന്നതാണ് ചോദ്യം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നു എന്നാണ് വിവരം. സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൈമാറുന്ന കാര്യം പരിശോധിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതായി പത്മകുമാർ നൽകിയ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത്. സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് ദേവസ്വം അജണ്ട നോട്ടീസിൽ എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ തിരുത്തി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എൻ വാസു, പത്മകുമാർ എന്നിവരുടെ അറസ്റ്റും കടകംപള്ളി ചോദ്യമുനയിലാകുന്നതും CPIM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. പുതിയ സംഭവവികാസങ്ങളിൽ നിന്ന് തലയൂരാൻ ഇതുവരെ പറഞ്ഞ ന്യായം കൊണ്ട് CPIM-ന് ആകുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ശ്രീ ജെയ്സി തോമസ്, കോൺഗ്രസിലെ ശ്രീ KP നൌഷാദ് അലി, BJP-യിലെ ശ്രീ B ഗോപാലകൃഷ്ണൻ, വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത് എൻ വാസുവിൽ ഇത് ഉദ്യോഗസ്ഥരിൽ മാത്രം അവസാനിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ സംശയിച്ചു. അതിനുശേഷം എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലാണ്. ഇവരുടെയൊക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അന്വേഷണം ശരിയായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായമല്ലേ കോൺഗ്രസിനുള്ളത്? പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണ്, കാണാതായ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നറിയാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് എന്നറിയാൻ കഴിയുമെന്നാണ്. ആ നിലപാടിൽ തന്നെയാണോ കോൺഗ്രസ് ഉള്ളത്? കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? ഇവിടെ ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം അക്ഷന്തവ്യമായ ഒരു അപരാധവും ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്തൊരു വീഴ്ചയുമാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിതൊന്ന് പരിശോധിക്കണം. 1998 ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളൊക്കെ സ്വർണം പൂശിയതല്ല, അത് ക്ലാഡിംഗ് ഓഫ് ഗോൾഡാണ്. അത് സ്വർണം കൊണ്ട് പൊതിയുകയാണ് ചെയ്തത്, അല്ലാതെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒന്നും നടത്തിയതല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 ഈ പോറ്റിക്ക് വീണ്ടും ഇവർ സ്വർണം പൂശാൻ ഇവർ അനുമതി കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാളിയൊക്കെ അടർത്തി മാറ്റി കൊണ്ടുപോകുമ്പോൾ വിജിലൻസിൻ്റെ സാന്നിധ്യം വേണം ദേവസ്വം ബോർഡ് മാനുവൽ അനുസരിച്ച്. അതിവർ ലംഘിക്കുന്നു. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അറ്റകുറ്റപ്പണി ക്ഷേത്ര പരിസരത്ത് വെച്ച് ചെയ്യണം, അത് ഇവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതും നിയമമാണ്, അതും ഇവർ തെറ്റിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ പാളികളൊക്കെ ചെമ്പ് പാളികളാണ് എന്ന് പറഞ്ഞ് മഹസർ എഴുതി സർട്ടിഫിക്കറ്റ് ഈ പോറ്റിക്ക് കൊടുക്കുന്നു. 12 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ചെന്നൈയിലേക്ക് ഇയാൾ 1 മാസവും 9 ദിവസവും എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പാളികൾ കൊണ്ടുവന്നപ്പോൾ 4.5 കിലോയിലധികം തൂക്കത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർബാധം പിണറായി വിജയൻ എന്ന, ഞാൻ മോഷ്ടാവ് എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പരമമായ ഉത്തരവാദിത്വം. ഇത്തരത്തിലൊരു മോഷ്ടാക്കളുടെ സർക്കാർ പരമമായ ഉത്തരവാദിത്വം എന്ന് പറയാൻ ഇന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കും. ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു അഭിമുഖത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിലാരാണോ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളത് അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല. അപ്പോൾ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി ആയാലും സർക്കാരായാലും പാർട്ടിയാണെങ്കിലും പറയുന്നത്, ഇതിൽ ആരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ നോക്കിയാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഇങ്ങനെ ആളുകളുടെ പേര് പറഞ്ഞ് അവരിലേക്ക് എത്തുന്നുണ്ട്, അവരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്, ഞങ്ങൾ ഭരിക്കുമ്പോഴും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്?
എൻ്റെ ഗോപികൃഷ്ണ, ഇവിടെ കോഴിയെ കട്ട് തിന്നതിന് ശേഷം കുറുക്കൻ പ്രഖ്യാപിക്കുകയാണ് ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കൊക്കെ എതിരെ ഞങ്ങൾ നടപടിയെടുക്കും, ജാഗ്രത പാലിക്കുമെന്ന് കുറുക്കൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേ പ്രതീതിയാണ് MV ഗോവിന്ദനൊക്കെ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്നത്. അവരുടെ ഭരണം, അവരുടെ തുടർഭരണം, അവരുടെ മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, ദേവസ്വം ചെയർമാൻ, ദേവസ്വം അംഗങ്ങൾ, അവർ സമ്പൂർണ്ണമായി പാർട്ടിവൽക്കരിച്ച HRNC ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ചേർന്ന് ഇവർ നടത്തിയ കൊള്ളയാണിത്. ഇത് പിടിച്ചപ്പോൾ ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കള്ളന്മാർ നിക്കക്കള്ളി ഇല്ലാതാവുമ്പോൾ അവർക്ക് ഇതെങ്കിലും പറയണ്ടേ? ഞാനതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കാലക്ഷേപം നടത്താനുള്ള ആ സൗജന്യം, ആ ഒരു പഴുത് ഞാൻ CPM-മാർക്ക് നൽകുകയാണ്. കാരണം അവർക്ക് അതെങ്കിലും പറയണ്ടേ? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാമല്ലോ. ഇതിപ്പോൾ UDF ഭരണത്തിൻ്റെ കാലത്താണ് എന്ന് നിങ്ങൾ കരുതുക. ഈ കേരളം ഈ CPM എന്ന് ചുട്ട ചാമ്പലാക്കുമായിരുന്നു. അവരാണ് ഈ കളവ് മുഴുവൻ നടത്തി നേതാക്കൾ വരി വരിയായി ജയിലിലേക്ക് ഇങ്ങനെ ക്യൂ ആയിട്ട് യാത്രയാകുമ്പോൾ അതും എന്താണ്, ഇത് അമ്പലം കക്കുക, അതും അയ്യപ്പൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ദ്വാരപാലകൻ എന്നൊക്കെ പറഞ്ഞാൽ മഹാവിഷ്ണു, ജയവിജയന്മാർ, ദ്വാരപാലകൻ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളും ആത്മീയ പരിസരങ്ങളുമുള്ള ഒന്നാണ്. അതൊക്കെയാണ് ഇവർ എടുത്ത് കവർന്നു കൊണ്ടുപോകുന്നത്. എന്നിട്ട് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ഇവർ. ഇവർക്ക് എവിടെയാണ് കൈവെക്കാൻ ഇവരുടെ കൈ നീളാതിരിക്കുക? ഇതുപോലെ ഒരു കാട്ടുകള്ളന്മാർ, ഇതുപോലൊരു അപരാധികൾ, ഇതുപോലൊരു വെറുക്കപ്പെട്ടവർ ഈ വേറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടോ? ജനാധിപത്യ ലോകത്തിന് അപമാനമാണ് ഇവര്. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉളുപ്പും മാനമൊക്കെ അവശേഷിക്കുന്നുവെങ്കിൽ സാഷ്ടാംഗം ആ മാപ്പ് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോകട്ടെ. ശരി, ഞാൻ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് എന്ന ഒരു മൊഴി N വാസുവിൻ്റെതായി ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഉന്നതങ്ങളുടെ അറിവോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയിട്ടുള്ളത്, കൊടുത്തുവിട്ടത് എന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയെന്ന് പറയുന്നു. ഇവിടെ അറസ്റ്റിലായിരിക്കുന്ന, ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്നു, ഈ സ്വർണം പൂശണം എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അതായത് ഈ സർക്കാർ ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു ഫയൽ, അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയത് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന് BJP കരുതുന്നുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ്റെ പക്കലേക്ക് ഇതിൻ്റെ അന്വേഷണം എത്താതെ പോകാൻ സാധ്യമല്ല. പക്ഷേ എത്തിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം കാണിക്കുന്ന ഈ തരികിട വിദ്യയൊന്നും പിണറായി വിജയൻ്റെ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ശബരിമല വിശ്വാസികൾക്ക്, ശബരിമല അയ്യപ്പൻ്റെ ഭക്തന്മാർക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ പത്മകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സ്വർണ്ണപ്പാളിയല്ല, അത് ചെമ്പാണ്, അത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൈപ്പടയിൽ, അതായത് പത്മകുമാറിൻ്റെ കൈപ്പടയിൽ, മഹസറിൽ അങ്ങനെയാണല്ലോ, റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്, പത്മകുമാറിൻ്റെ കൈപ്പടയിലാണ് ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് വാസുവിൻ്റെ അടക്കം ഉള്ള മൊഴികൾ വെച്ച് നോക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ഈ പത്മകുമാറിനെ ഒരു ഓർഡിനൻസ് വഴി നിങ്ങൾ എങ്ങനെയാണ് പത്മകുമാറിനെ കൊണ്ടുവന്നത് എന്നും കൂടി ആലോചിക്കണം. ഞാൻ അതും കൂടി പറയാൻ ആഗ്രഹിക്കുക. CPM-കാർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയുമായിട്ട് ബന്ധമില്ല. കടകംപള്ളിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അതായത് അതിന് സർക്കാരിൻ്റെ അറിവോടെയല്ല ദേവസ്വങ്ങൾ നടക്കുന്നത് എന്നാണ്. പക്ഷേ സർക്കാരിൻ്റെ ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റേത് മാത്രമാണ്. അതിൽ ഇന്നത് പൂശണം, സ്വർണ്ണപ്പാളി പിന്നെ ഇത് ചെയ്യണമെന്നൊന്നും സർക്കാർ അറിയില്ല. ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും ഭരണസമയത്ത് മുന്നിൽ വന്നിട്ടില്ല. ഇതാണ് കടകംപള്ളി പറഞ്ഞത്. അതെ, ഞാൻ കടകംപള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഞാനും പറയുന്നത്. കടകംപള്ളി പറയുന്നതുമായിട്ട് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് UDF മന്ത്രിസഭയിൽ നിന്ന് LDFൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പം ഏതാണ്ട് ഒരു വർഷം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കാലാവധി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡിൽ ആ ഒരു വർഷത്തെ കാലാവധി എടുത്ത് കളഞ്ഞ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ CPM MLA
പത്തനംതിട്ടയിലെ സമുന്നതനായ CPM നേതാവിനെ അവരോധിച്ചതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ്. ശബരിമലയെ ലൂട്ട് ചെയ്യുക, കൊള്ള ചെയ്യുക എന്ന താല്പര്യത്തോടെ തന്നെയാണ്. അവിടെ ഞങ്ങൾക്ക് ദേവസ്വവുമായിട്ട് അങ്ങനത്തെ ബന്ധമില്ല, ഡേ ടു ഡേ ദേവസ്വം എടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ ഇപ്പം പറയുന്നത് തക്കട തരികട പരിപാടിയാണ്. അവിടെ പത്മകുമാറിനെ എന്തിനു കൊണ്ടുവന്നു? ഈ 1 വർഷം കാലാവധി നിലനിൽക്കുമ്പോൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനുള്ള കാരണമെന്ത്? അത് ആദ്യം പറയണമല്ലോ. അതെന്തിനാ കാരണം? എന്താ 1 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? ഞങ്ങൾക്ക് ദേവസ്വം സ്വതന്ത്രമാണ്, ദേവസ്വമെങ്കിൽ സ്വതന്ത്രമായിട്ട് ഭരിച്ചോട്ടെ. സ്വതന്ത്രമായി ഭരിക്കാൻ വേണ്ടി ഒരാൾ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടല്ലോ. ആ ദേവസ്വം പ്രസിഡന്റിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓർഡിനൻസ് ഇറക്കി 1 വർഷം ഇല്ലാതാക്കി വേറൊരാളെ കൊണ്ടുവന്നത് എന്തിന്? അപ്പോൾ വളരെ കൃത്യമാണല്ലോ CPMൻ്റെ സ്വാധീനം. CPM എന്ന് പറയുന്ന പാർട്ടി മന്ത്രിസഭ, പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ വളരെ ബോധപൂർവമാണ് ഈ പത്മകുമാറിനെ പ്രയാറുമായി ഉണ്ടായ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ കാരണമായിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ. പല പ്രശ്നങ്ങളും കാരണമാവും. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കടകംപള്ളി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനമാണ്. അത് സ്വതന്ത്രമായി നടക്കുന്ന തീരുമാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി തീരുമാനിച്ച ഒരാളെ കൊണ്ടുവരുന്നത്? എന്തിനാണെന്ന് ഓർഡിനൻസ് ഇറക്കിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്? അഭിപ്രായ വ്യത്യാസം വേറെ. സത്യസന്ധമാണ് കാര്യങ്ങളെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു നേർരേഖയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അയാളുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ആളെ വെച്ചാൽ പോരെ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇതെന്താ മനുഷ്യന്മാർക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇത് പാർട്ടിയുടെ താല്പര്യമാണെന്ന് അന്ന് തൊട്ട് തന്നെ ഈ പത്മകുമാറും ഈ വാസുവും ഒക്കെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന കാലഘട്ടം തന്നെ ലൂട്ട് ചെയ്യാൻ വേണ്ടി, ശബരിമലയെ തകർക്കാൻ വേണ്ടി, ശബരിമലയിൽ കൊള്ള ചെയ്യാൻ വേണ്ടി, ശബരിമലയുടെ ആചാരം നശിപ്പിക്കാൻ വേണ്ടി, ശബരിമലയുടെ പ്രസിദ്ധി നശിപ്പിക്കാൻ വേണ്ടി എല്ലാ അർത്ഥതലങ്ങളിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വളരെ 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 ഗൗരവമായ കാര്യമാണെന്ന് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ പാർട്ടി പ്രവർത്തകർ പട്ടുടുത്തുകൊണ്ട്, വാള് പിടിച്ചുകൊണ്ട്, ചിലമ്പ് അണിഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെയും നാം തടയണം. ലേഖനമാണെന്ന്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാഗസിൻ്റെ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മാഗസിൻ്റെ ലേഖനമാണ്. താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. പട്ടുടുത്ത് വാള് പിടിച്ച് ചിലങ്ക ഇട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണിക്ക് പോകുന്ന സഖാക്കന്മാരെ തടയണം. അത് സംഘപരിവാറിലേക്കുള്ള വഴിയാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് അതാണ്. ഇത് തന്നെയാണ് ശബരിമലയുടെയും താല്പര്യം. ശബരിമലയിലേക്ക് കറുത്ത മുണ്ടുടുത്ത ആളുകൾ, ശബരിമലയിലേക്ക് മാലയിട്ട ആളുകൾ, CPMൻ്റെ സഖാക്കന്മാരുടെ മറ്റേ പ്രകടനത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്ന പ്രകടനത്തിൽ കറുത്ത മുണ്ടുടുത്ത ആളുകളുടെ സംഖ്യ കൂടുന്നു എന്ന് പാർട്ടിയുടെ സഖാക്കന്മാർ തീരുമാനിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേറൊരു വഴിയുമില്ല. അതിനെ തകർക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ആ ശബരിമലയുടെ സകലതും നശിപ്പിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പം സംഘപരിവാറുകാർ വെറുതെ പറയുന്നതാണ്, BJP വെറുതെ പറയുന്നതാണെന്ന് പറയും. ഞങ്ങൾ പണ്ട് പറഞ്ഞല്ലോ, ഒരു തരി സ്വർണം പോലും കാണിക്കയായിട്ട് നിങ്ങൾ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ള ചെയ്ത് കൊണ്ടുപോവുകയാണ്, സാധനം മുഴുവൻ കക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിച്ചു. മറ്റേ VD സതീശനടക്കം ഞങ്ങളെ വെല്ലുവിളിച്ചു. അങ്ങനെയൊന്നും ശബരിമലയിൽ നടക്കുന്നില്ല, കാരണം ഈ കൊള്ളയ്ക്കൊക്കെ ഇവന്മാരും കൂട്ടാം. അപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അത്യന്തം കാരണം ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് ഉണ്ടെന്നേ. അതിനുള്ളിൽ ഇവരെ ഈ കൊള്ള ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് പൊട്ടിക്കരയുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ന് ശബരിമലയിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത്, താങ്കൾ അറിയോ ഗോപികൃഷ്ണ, ഇന്ന് ശബരിമലയിൽ നിന്ന് എത്ര പോലീസുകാരെ എന്നെ വിളിച്ചതെന്ന്? ഞാനിപ്പോൾ അത് വെളിയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ശബരിമലയിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഇന്നലെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ശബരിമലയിൽ ഒരു കാരണവശാലും ഈ ആംഡ് റിസർവ് പോലീസിൽ നിന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ ഒരാളെയും ശബരിമലയെ കയറ്റാൻ പാടില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തീരുമാനമായിട്ടുള്ളതാണ്. അത് നിയമമായിട്ടുള്ളതാണ്. ഞാൻ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പ്രസിഡൻ്റാണ്. പക്ഷേ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞവന്മാരെയാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ തല്ലുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ ചവിട്ടുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ പിടിച്ച് തള്ളി വലിച്ചു കൊണ്ടുപോകുന്നത്. മാടുകളെ പോലെ. മാടുകളല്ല സർ അയ്യപ്പന്മാർ, മനുഷ്യരാണ്, വിശ്വാസികളാണ്. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരെ മാടുകളെ തല്ലുന്ന പോലെ തല്ലുകയാണ്. എന്താ കാരണം? ആര് പറഞ്ഞിട്ടാണ്? ആഭ്യന്തര വകുപ്പ് അങ്ങനൊരു സംഭവം കണ്ടാൽ നിർത്തണ്ടേ? അത് നിർത്തുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞങ്ങൾ കൃത്യമായി പറയുന്നു, ശബരിമലയെ തകർക്കണം. അതിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലാണ് പത്മകുമാറിനെ വിട്ടത്. ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് സ്വർണം ചെമ്പാക്കിയത്.
ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് ഈ ആചാരവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആരോപിക്കുകയാണ്. അത് ആരോപണമാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഈ ശബരിമലയിലേക്ക് കേരളീയരെക്കാൾ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ആളുകൾ. കേരളീയരെക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നത് ശബരിമലയിലെയും ആന്ധ്രയിലെയും ആളുകൾ. ഒരു പരിധിവരെ സംഘപരിവാറുകാരൻ്റെ വാക്കുകളാണ്. അതിനെ നിങ്ങൾ മുഖവിലക്കെടുക്കാൻ ഒരു പക്ഷേ വിഷമമുണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്നു, ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത്. ഇന്ന് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മതപരിവർത്തനത്തിന് വിഘാതം നിൽക്കുന്നത് ഈ ശബരിമലയാണ്. ശബരിമല നമ്മുടെ വിഷയം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ, അന്വേഷണങ്ങൾ, അത് ആരുടെ അടുത്തേക്ക് പോകുന്നു, അതിൽ ഇനി വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ പേരിൽ ഇനി നിയമത്തിന് മുന്നിൽ ആരൊക്കെയാണ് വരാനുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. അല്ലല്ല, താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ ഇല്ല, ഞാൻ ശബരിമല അയ്യപ്പൻ്റെ വിഷയം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ശബരിമല അയ്യപ്പൻ്റെ വിഷയം ജീവിതത്തിൽ ഇന്നുവരെ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരുത്തനാണ് ഞാൻ. ഇന്ന് വരെ അയ്യപ്പനെ കാണാത്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ഭക്തനാണ് ഞാൻ. എനിക്കൊക്കെ അത് കാണുമ്പോൾ സങ്കടമുണ്ട് സാർ. അപ്പം നിങ്ങളെ പോലെയുള്ള മാധ്യമക്കാരോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതെല്ലാം താങ്കൾക്ക് ഇപ്പോൾ വിളിച്ച് പറയാം, താങ്കൾക്ക് പ്രതികരണങ്ങൾ ആരായുമ്പോൾ പറയാം. പക്ഷെ ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു ദിശ താങ്കൾ മാറ്റിക്കളഞ്ഞു. കാരണം ജയിക്ക് വന്നിട്ടുണ്ട്, നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ജയിക്കിന് പറയാനുള്ളത് എന്താ നമുക്ക് കേൾക്കണം. അല്ല, ഒരു മിനിറ്റ് ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഇത് പോകുന്നത് കടകംപള്ളി, ഞാൻ അതിലേക്ക് തന്നെ വരുന്നു. ഇത് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. മന്ത്രിമാരറിയാതെ, ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡൻറ്റും ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് CPM-ൽ, കോൺഗ്രസ്സിലാണ് ഞാൻ അങ്ങനെ പറയില്ല. CPM-ൽ ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വത്തിലെ ഒരു തൂപ്പുകാരൻ CPM നിർദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അവർ വരെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതന്മാരുമായിട്ടുള്ള ആ ബന്ധവും അവരുടെ അറിവുമല്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത അറസ്റ്റ് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്താണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, കേരളത്തിലെ പോലീസുകാർ, ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാരാണ്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇപ്പോൾ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അതുകൊണ്ട് കടകംപള്ളിയിലേക്ക് ഇത് പോകുമെന്നുള്ള സംശയമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മുതൽ, ആ ദിവസം മുതൽ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർ, ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ, ഇതിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളവർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കും, മുഖം നോക്കാതെ എന്നാണ്. പാർട്ടിക്കോ സർക്കാരിനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന നിലയിലാണ് ഈ സംഭവങ്ങളെ പാർട്ടി വിശദീകരിച്ചതും പ്രതിരോധിച്ചതും. പക്ഷെ അതിനുശേഷം N. വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോഴിതാ പാർട്ടിയിലെ ഏറ്റവും ഒരു കറകളഞ്ഞ പാർട്ടി പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു കറകളഞ്ഞ CPM-കാരൻ നമുക്ക് പറയാവുന്ന പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി അടുത്തത് ചോദ്യമുനയിൽ നിൽക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. പത്മകുമാർ പറയുന്നത് സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു മൊഴി നൽകിയെന്നാണ്. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടായതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ കൈമാറാനുള്ള തീരുമാനമുണ്ടായത്. കാരണം ഈ അപേക്ഷ ആദ്യം എത്തുന്നത് വകുപ്പിനാണ്, അവിടെ നിന്നും ഒരു നോട്ട് ദേവസ്വം ബോർഡിനും കിട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിന് മുകളിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച പാർട്ടിക്കാർ തന്നെ ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ശ്രീ ജേക്ക് സി തോമസ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ കേസ് സംബന്ധമായിട്ടും ഈ ഇതിന്റെ തുടർച്ചയിലുമുള്ള പലവിധ ഡെവലപ്മെന്റുകളുടെ പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സവിശേഷകരമായ ഒരു പുത്തൻ മറുപടി പറയാനില്ല. കാരണം ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മാധ്യമങ്ങളുമായി മുഖാമുഖ ചർച്ച നടത്തിയ ദിവസമാണ്. വാർത്താ സമ്മേളനത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഉപാധിരഹിതമായി ഈ കാര്യത്തിൽ
ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ SITയുടെ അന്വേഷണ സംഘത്തിന്റെ അവരോടൊപ്പമാണ്, അവർ നടത്തുന്ന അന്വേഷണത്തോടൊപ്പമാണ്. ആ ഉപാധിരഹിതമായ അന്വേഷണത്തോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ച അങ്ങ് സൂചിപ്പിച്ചല്ലോ, ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ CPIM സ്വീകരിച്ച നിലപാട് ഇങ്ങനെയായിരുന്നില്ലേ? ഇപ്പോഴതാ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ലേ? അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്തത് അങ്ങനെയാണല്ലോ അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗം. അങ്ങ് ആ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ കേരളത്തിലെ UDFന്റെയും BJPയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അതിന്റെ മുഖങ്ങളായി, സ്പോക്സ് പേഴ്സണായി ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉയർത്തിയ ചോദ്യം എന്തായിരുന്നു? ഈ അന്വേഷണ സംഘം എവിടേക്കും എത്താൻ വേണ്ടി പോകുന്നില്ല, ഇത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണ സംഘമായി ഇത് പ്രവർത്തിക്കില്ല. ഈ നിലയിലായിരുന്നു പല ആളുകളും, ഞാനിപ്പോൾ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ടാണല്ലോ ഇത്തരം സംവാദങ്ങളിൽ എല്ലാവരും പങ്കെടുക്കാറുള്ളത്. അപ്പോൾ കേരളത്തിൽ BJP ആവട്ടെ UDF ആവട്ടെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടെ വന്നിരുന്ന എല്ലാ ആളുകളും പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിന്റെ രീതിയെയും വിമർശിച്ച് ഇതൊരിക്കലും സത്യസന്ധമായ നിലയിൽ നടത്തപ്പെടാൻ പോകുന്നില്ല എന്ന് അതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴെവിടേക്ക് എത്തിയിരിക്കുന്നു? ഇപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടല്ലേ, അതായത് ഈ കാര്യത്തിൽ ആരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഉദ്യോഗസ്ഥരാകട്ടെ, ഈ പറയുന്ന പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ള ആളുകളാകട്ടെ, ആരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റു ചെയ്തവർക്ക് നേരെ SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശക്തവും സമഗ്രവുമായി നീങ്ങണമെന്നും ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളോടൊപ്പം സർവാത്മന സഹകരിക്കാനാണ് കേരളത്തിലെ CPIM അഥവാ ഇടതുപക്ഷം തയ്യാറാകുന്നതെന്നും അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ SITയെ വിമർശിക്കാനല്ലല്ലോ തയ്യാറാക്കുന്നത്. SITയോടൊപ്പം അങ്ങനെ തന്നെയാണ് ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അന്വേഷണത്തോടൊപ്പം കൂടുതൽ കരുത്തോടുകൂടെ അന്വേഷണം സത്യസന്ധമായ നിലയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ പരിശോധന നടത്തും. കർശനമായ നടപടികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങും. ആരുടെ വാക്കാണ്? ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ആദ്യമായി പറയുന്ന കാര്യമല്ല. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞ വാചകങ്ങളാണ്, അതിന്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പോലും ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ടേക്ക് പോകട്ടെ. അന്ന് മുതൽ ഇന്ന് വരെ ഈ വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും വലിയൊരു കൊള്ള, ഇത്രയും വലിയൊരു വീഴ്ച, ഇത്രയും വലിയൊരു തട്ടിപ്പ് ഈ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ട് സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിനും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിർബാധം തുടരുകയായിരുന്നു എന്നർത്ഥം. ഇപ്പോഴും നമുക്കറിയില്ല യഥാർത്ഥത്തിൽ അന്ന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഈ അന്വേഷണം ഓരോ ഘട്ടങ്ങളിലായി പുരോഗമിക്കുമ്പോൾ അതിൽ ഇടനില നിന്നവർ, അതിൽ കാരണക്കാരായവർ, അതിന് ഒത്താശ ചെയ്തവർ, ഇതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഇതിൻ്റെ ഭാഗമായി നിന്നവരുടെയൊക്കെ തനിനിറം, അവരുടെയൊക്കെ ചെമ്പ് തെളിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ജയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു നയമേ ഉള്ളൂ എന്നത് വിശ്വസിക്കാം എന്നിരിക്കെ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലായ N വാസുവിനെ കുറിച്ച് പറഞ്ഞത് സത്യസന്ധനായ ആൾ എന്നാണ്. പക്ഷേ ആ അഭിപ്രായം തനിക്കില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്കൊരു വിരുദ്ധാഭിപ്രായം, ഒരേ സംഭവത്തിലെ വിരുദ്ധാഭിപ്രായം നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ഭരണസമയത്ത് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല, ബോർഡിൻ്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റേത് മാത്രമാണ്, സ്വർണം പൂശണമോ വേണ്ടയോ എന്ന കാര്യമൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി പുറത്തു വരുന്ന വിവരമനുസരിച്ച് സർക്കാരിൽ നിന്നൊരു നോട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ തട്ടിപ്പല്ല, ഈ വലിയ തട്ടിപ്പിൽ കണ്ണികളായി പ്രവർത്തിച്ചവർ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതങ്ങ് മേൽത്തട്ട് വരെ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, തട്ടിപ്പുകാരെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്നാണ് ജയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ കേരളത്തിൽ ഇതിന് സമാനമായ മറ്റ് തട്ടിപ്പുകൾ, ഇപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് മറ്റ് പരാമർശങ്ങളിലേക്ക് പോകുന്നില്ല, ചർച്ചയുടെ തുടർച്ചയിൽ അത്തരം ചോദ്യങ്ങളിലേക്കും പറച്ചിലേക്കും പോകണമെങ്കിൽ നമുക്ക് ആവുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ BJPയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ബഹുമാനീയനായ BJPയുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്,
അദ്ദേഹത്തിന്റെ നാട്ടിൽ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. മലയാളികൾ ശബരിമല പോലെ തന്നെ പുണ്യഭൂമിയായി കരുതുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് കോടികളുടെ വരുമാനമുണ്ട്. എന്താ ക്ഷേത്രത്തിന്റെ നിലവിലത്തെ സ്ഥിതി? ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നഗരമധ്യത്തിലെ കെട്ടിടവും കല്യാണ മണ്ഡപവും അടക്കമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്നതിലേക്ക് എത്തിയിട്ടില്ലേ? ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുമാര സഹോദരന്മാർ UDFന്റെ നേതാക്കന്മാരായിരിക്കവേ നടത്തപ്പെട്ട കൊള്ള ഈ ശബരിമലയിൽ തന്നെ ഉണ്ടായിട്ടില്ലേ? അവരോടൊക്കെ ഇവർ സ്വീകരിച്ച സമീപനമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. UDFന്റെ സംഘം നടത്തിയ ക്ഷേത്രക്കൊള്ളയും BJPയുടെ സംഘം നടത്തിയ ക്ഷേത്രക്കൊള്ളയും അവർ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനും അവർക്ക് പ്രമോഷൻ നടത്താനും. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, പത്തനംതിട്ടയിലെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയതിന്റെ പേരിൽ പിടികൂടപ്പെട്ട BJP നേതാവ്, പോലീസ് കേസ് വന്നു. അദ്ദേഹത്തെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള BJP നേതാവായി അദ്ദേഹത്തെ വളർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊള്ള നടത്തുന്ന ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് കൊള്ള നടത്തുന്ന UDF BJP സംഘങ്ങളോട് അവർ സ്വീകരിച്ച സമീപനമായിരിക്കില്ല CPIM സ്വീകരിക്കുന്നത്. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് കൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കുന്ന UDF BJP സംഘത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം. ഞങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും തെറ്റിന്റെ അല്ലെങ്കിൽ അപഭ്രംശത്തിന്റെ അഴിമതിയുടെ ഒരു ലാഞ്ചനം ഉണ്ടായിട്ടുണ്ടോ അവരെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് ആവർത്തിച്ചൂട്ടി ഉറപ്പിച്ച് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒരു തെറ്റിനെയും സംരക്ഷിക്കുന്ന UDF BJP സമീപനം CPIM നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകില്ല. അവിടെയാണ് നിലപാടിന്റെ പ്രസക്തി. അതാണ് എനിക്ക് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നത്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അന്വേഷണ സംഘത്തെയും ഇപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ട സീൽഡ് കവറിൽ കോടതി സമക്ഷം ഈ SIT സമർപ്പിക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ, ആ വിവരങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ ഞാനാണല്ല. പക്ഷേ എന്താണ്, ആ വിവരങ്ങളിലേക്ക് ഇപ്പോൾ ഒരു ചർച്ചയിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയുമോ? അത് കോടതിയുടെ സമക്ഷം ഇരിക്കുന്ന കാര്യമല്ലേ. അക്കാര്യത്തിൽ മാധ്യമങ്ങളോടടക്കം കോടതി ചില നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് പോകണ്ട. ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ്, ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, പിന്നെ ഉദ്യോഗസ്ഥരായി, പിന്നെ അതിനു മുകളിലുള്ള N വാസുവായി, പിന്നെ അതിനു മുകളിലുള്ള പത്മകുമാറായി, ഇപ്പോൾ അതിനു മുകളിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരുന്നു. ഇതിനെ ഇനിയും നിങ്ങൾ ഇത് വരട്ടെ അന്വേഷിച്ച് വരട്ടെ എന്നതാണോ നിലപാട്? അതല്ല, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരവാദിത്വം വകുപ്പിനുണ്ടായിരുന്നു, സർക്കാരിനുണ്ട് എന്ന് പറയേണ്ടതല്ലേ? അത് പറയാത്തത് എന്താണെന്നാണ് ജേക്ക് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ഇപ്പോൾ അങ്ങ് ആ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് ഈ സൂചിപ്പിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അത്തരം ആളുകൾ അവരെ ആരെങ്കിലും സംരക്ഷിക്കും, അവരാരും തെറ്റുകാരല്ല, അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായോ? കേരളത്തിലെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ CPIMന്റെ വിവിധ ധാരകൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതൃപദവി അലങ്കരിക്കുന്ന ആരെങ്കിലും തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റുകളോടൊപ്പം ഞങ്ങളില്ല, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ആ ഗുഡ് സർട്ടിഫിക്കറ്റുകളെ തള്ളിക്കളയുകയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളോടൊപ്പം സമഗ്രവും സധൈര്യവുമായി ഇനിയും മുന്നോട്ട് എന്ന ഉറപ്പാർന്ന പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു. അതല്ലേ കാണേണ്ടത്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇനി പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. ശരി, ശ്രീ KP നൗഷാദ് അലി, ആരെയും ഞങ്ങൾ സംരക്ഷിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ആരോപണ വിധേയരായവർ, ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയൊക്കെ പുറന്തള്ളി CPM മുഖം രക്ഷിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ഞാനിവിടെ ഇതിന് നേരത്തെ ഒരു ഉപമ പറഞ്ഞിരുന്നു, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. CPM എന്ന പാർട്ടി കേരളം ഭരിച്ച് CPM എന്ന പാർട്ടി നേതാക്കൾ ദേവസ്വം മന്ത്രിയായി, ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി, വ്യത്യസ്ത അംഗങ്ങളായി, ആ അംഗങ്ങളുടെയും ഈ മന്ത്രിയുടെയൊക്കെ കൂട്ടുത്തരവാദിത്വത്തിൽ നടക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള മഹാ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിന് ഇനി കാലങ്ങളോളം ഈ സംസ്ഥാനത്തിൻ്റെ പ്രബുദ്ധതയുടെ മുഖം ഇനി താഴ്ന്നു തന്നെ ഇരിക്കും. കാരണം ഇത്രക്ക് പിന്നെ വിദേശ രാജ്യത്തിനടക്കം ആളുകൾ ഒഴുകിയെത്തുന്ന ഈ സംസ്ഥാനത്തിൻ്റെ അഭിമാന സ്തംഭമായ ഒരു ആരാധനാലയത്തിനകത്തെ സ്വർണം ഈ സർക്കാർ സ്പോൺസേഡ് മോഷണം ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരമൊരു അപമാനം എന്താ? എന്നിട്ട് വല്ല ഉളുപ്പോ ലജ്ജയോ മാനമോ ഈ CPM പ്രതിനിധിക്കൊക്കെ ഉണ്ടോ? ഞങ്ങൾ കുറ്റക്കാരെ ആരെയും സംരക്ഷിക്കില്ല, ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങളാണ് ഉത്തരവാദികൾ, നിങ്ങളുടെ ഭരണമാണ് മോഷ്ടാക്കൾ, നിങ്ങളുടെ ഭരണത്തിൻ്റെ മറവിലാണ് ഈ കൊടിയ തട്ടിപ്പ് നടന്നത്. കോടതിയടക്കം ഇടപെട്ട് നിങ്ങളുടെ കൊങ്ങക്ക് പിടിച്ച് നിൽക്കുകയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ. അവരൊന്ന് അന്വേഷണം തെറ്റിക്കട്ടെ, അവർക്ക് റോട്ടിലിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടാവുമോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ മറവിൽ
നിങ്ങൾ അങ്ങനെ അത് മാത്രം പറഞ്ഞ് ഇങ്ങനെ മെലിഞ്ഞുണങ്ങുമ്പോൾ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരെ വിലയിരുത്തിക്കൊള്ളും. നിങ്ങൾ മോഷ്ടാക്കളാണ്, നിങ്ങൾ കാട്ടുകള്ളന്മാരാണ്, ചരിത്രത്തിൽ കേൾവിയില്ലാത്ത കൊള്ളക്കാരാണ്. നിങ്ങൾ കട്ടത് ഏതെങ്കിലും സർക്കാരിൻ്റെ മുതൽ മാത്രമല്ല, നിങ്ങൾ കട്ടത് ഈ ചരിത്രവും പൈതൃകവും പാരമ്പര്യവും വിശ്വാസവും ആത്മീയതയും ഒക്കെയാണ് നിങ്ങൾ കട്ടത്. അത് കക്കാൻ നിങ്ങൾക്ക് കൈ വിറക്കുന്നില്ല എങ്കിൽ എന്തും കക്കാവുന്നവരാണ് നിങ്ങൾ മ്ലേച്ഛന്മാരാണ്. ഒരു നിമിഷം നിങ്ങളൊന്നും അധികാരത്തിലിരിക്കാൻ പാടില്ലാത്തവരാണ്. എന്നിട്ട് വന്നിട്ട് അന്വേഷണമൊക്കെ വൃത്തിയായിട്ട് നടക്കുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തി. എന്ത് പത്രസമ്മേളനം നടത്താൻ? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് കൂടുതലായും പിന്നെ മറുപടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, കരുതുന്നില്ല. കാരണം പ്രേക്ഷകരെ എന്തെങ്കിലും ലോജിക്കലായ ഒന്നായിട്ട് ഇത്തരം വാദങ്ങളെ കാണുന്നുണ്ടെങ്കിലല്ലേ നമ്മളത് കൗണ്ടർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഗോപികൃഷ്ണൻ, ഞാൻ ഇവിടെ നേരത്തെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. BJP-യുടെ നേതാവ് അദ്ദേഹം പറയുന്നു, ഏറ്റവും അധികം കൺവേർഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും ആന്ധ്രയുമാണ്. അവിടുത്തെ കൺവേർഷൻ പൊളിക്കാനാണ് ഈ ശബരിമലയെ ഇത്തരത്തിൽ ദുർബലമാക്കുന്നത് എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാദം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ കൺവേർഷൻ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ആരാണ് അതിന്റെ ഉത്തരവാദികൾ? ശരി ആരെയാണ്? നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. രാഹുൽ, ഞാൻ കണ്ടു, രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട് ചർച്ചയിൽ. രാഹുൽ, ഞാൻ കണ്ടു, ഞാൻ വരാം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധനയിലേക്ക് വരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനയുടെ ഭാഗമാവുകയാണ്. അതായത് ഈ 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ 989 ഗ്രാമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 474 ഗ്രാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിച്ചിട്ടുണ്ട് എന്നതാണ് വന്ന വിവരം. അതായത് ഇത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, അന്നത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് മാത്രമായി അത് ചുരുങ്ങിപ്പോകും. അങ്ങനെയല്ല, ഇത് രാജ്യാന്തര ഇടപെടലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ഇടപാടുകൾ അന്ന് വളരെ സാധാരണ സ്ഥിതിയിൽ ഉണ്ടായിരുന്ന പലർക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ റഡാറിലുണ്ട്. അവർ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, രേഖകളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാവുകയാണ്. താങ്കൾ പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്ന്. അതിൽ പുറത്തു വന്ന മറ്റൊരു വിവരമാണ്, ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെയുള്ള ആളുകളെ ഉപയോഗിച്ച് അവരിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് അവർ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ. BJP ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കേസിലേക്കുള്ള വരവ് ഏത് തരത്തിലാണ് നിങ്ങൾ അതിനെ കാണുന്നത്? അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് താങ്കൾ CPM-ൻ്റെ പ്രതിനിധിയോട് ചോദിച്ചു, വീഴ്ച പറ്റിയെങ്കിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ പോരെയെന്ന്. മിസ്റ്റർ ഗോപികൃഷ്ണൻ, വീഴ്ചയാണെങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റൂ? ഇത് വീഴ്ചയല്ല, ഇത് ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ആയതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണം തട്ടിയെടുക്കുക, ശബരിമലയെ കൊള്ള ചെയ്യുക. ഇത് ശബരിമല മാത്രമല്ല, മറ്റു പല ക്ഷേത്രങ്ങളുടെയും ഈ CPM-ൻ്റെ കടന്നുകയറ്റം അവിടുത്തെ ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്യാനാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ അറിവോടെയല്ല. അതെന്തിനാ? എന്നെ കണ്ടാൽ കിണ്ണം കട്ടുവോ എന്ന് തോന്നുമോ എന്ന് നമ്മൾ സാധാരണ ഒരു ഫ്രേസിൽ ചോദിക്കാറുണ്ട്. കള്ളം തന്നെയാണ് പറയുന്നത്, അങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. അതായത് വരാൻ പോകുന്ന അമ്പ് തടയാൻ വേണ്ടിയുള്ള നേരത്തെ ഉള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അപ്പോൾ അത് തന്നെ, ആ പ്രസ്താവനയിലൂടെ തന്നെ വരികൾക്കിടയിൽ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് പലതും നടന്നിരിക്കുന്നത്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും ഈ മന്ത്രിമാരും അറിഞ്ഞിട്ടാണ്. ഇനി മൂന്നാമത്, ഈ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ സുതാര്യമാണ്, ഞങ്ങൾ ഒരാളെ സംരക്ഷിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ നോക്കൂ. എന്താണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താ? പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. ഏത്? അപ്പോഴും ആ കുറ്റാരോപിതൻ എന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അത് ചെമ്പാണെന്നാണ്. സ്വർണ്ണപ്പാളിയാണെന്ന് ഈ നാട്ടിലെ സകല ആളുകൾക്കും അറിയാം. സ്വർണ്ണപ്പാളിയാണോ അല്ലയോ എന്ന് ഇനി മറ്റേ കോടതിയിൽ പോയി തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വർണ്ണപ്പാളി ആയിരുന്ന സാധനം ചെമ്പാണെന്ന് എഴുതി കൊടുത്തത് പത്മകുമാറാണ് എന്നെല്ലാം വെളിയിൽ വന്നു. എന്നിട്ടും പറയാം അത് കുറ്റം തെളിയിച്ചാലേ അയാൾ പ്രതിയാവൂ. അതിനർത്ഥം എന്താ? ആ പത്മകുമാർ പറഞ്ഞത് ശരിയാണ്,
സ്വർണ്ണമല്ല അത് ചെമ്പാണെന്ന് പറയാതെ പറയുകയാണ് CPM സെക്രട്ടറി. അതിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാന CPM-ൻ്റെ പ്രതിനിധി ഒന്നും കൂടി പറഞ്ഞു, B. ഗോപാലകൃഷ്ണൻ്റെ നാട്ടിൽ അദ്ദേഹം പറഞ്ഞത് തിരുവമ്പാടി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തിരുവമ്പാടി ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ക്ഷേത്രത്തിനോ ക്ഷേത്ര സ്വത്തിനോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ ഒരു ചുക്കുമില്ല, ഒരു പ്രശ്നവുമില്ല. അവിടെ ചില കോളേജുകളും മറ്റു പല പരിപാടികളും തുടങ്ങിയതിൻ്റെ പേരിൽ ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായി. ആ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ പുതിയ ഭരണസമിതി വന്നു. അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു ഭരണസമിതിക്കെതിരെയും ആ രീതിയിലുള്ള ആക്ഷേപമോ കട്ടെടുത്തുകൊണ്ട് പോയെന്നോ കൊള്ള ചെയ്തോ കൊണ്ടുപോയെന്നുമില്ല. തൃശ്ശൂരിലെ വിശ്വവിഖ്യാതമായ തൃശ്ശൂർ പൂരം നടത്തുന്ന ഭഗവതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമായ തിരുവമ്പാടി ക്ഷേത്രത്തെയാണ് അദ്ദേഹം ഈ കൊള്ളയുമായിട്ട് ഉപമിച്ച് സംസാരിച്ചത്. വാസ്തവത്തിൽ അങ്ങേയറ്റം ഞാൻ അതിൽ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. മിസ്റ്റർ ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ഏജൻസി വരുന്നത് വളരെ അനുഗുണമാണ്, തീർച്ചയായിട്ടും ഗുണകരമാണ്. അത് കാരണം ഈ ഏജൻസിയുടെ അന്വേഷണം യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും ഇടപെടില്ല. അതുകൊണ്ട് തന്നെ ആ സ്വാധീനമില്ലാത്തൊരു അന്വേഷണം ഉണ്ടാവണം. ഇവിടെ ഞാൻ നിങ്ങളോടൊരു രഹസ്യമായി വളരെ പരസ്യമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ് മിസ്റ്റർ ഗോപികൃഷ്ണൻ. നമ്മൾക്കെല്ലാം ഏറെ നാൾ നിങ്ങളും ഞാനും ഒക്കെ ചർച്ച ചെയ്ത വിഷയമാണല്ലോ മറ്റേ കണ്ണൂരിലെ ആത്മഹത്യ. ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ എത്ര ചർച്ച ചെയ്തു. ആ ആത്മഹത്യയെ അന്വേഷിക്കാൻ ഇതേ CPM-കാർ പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരായിട്ടുള്ള ഒരു തരത്തിൽ സ്വാധീനത്തിന് വഴങ്ങാത്ത ഞങ്ങൾ അന്വേഷണത്തിന് വെച്ചിരിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ അത് വെളിയിൽ കൊണ്ടുവരും. അന്വേഷിക്കാൻ വെച്ച പോലീസുകാരൻ ഇപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിൽ അന്വേഷിക്കാൻ വെച്ച പോലീസുകാരൻ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. വെണ്ടക്ക അക്ഷരത്തിലെ പത്രങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവരുടെ ഏർപ്പാടുകൾക്ക് ഇതാണ്. ഇവരിപ്പോൾ പറയുന്നില്ല ഞങ്ങൾ സുതാര്യം, എന്ത് ഇതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? SIT-യെ ഹൈക്കോടതി നിശ്ചയിച്ചതാണ്. ഈ സാധനം വെളിയിൽ വന്നത് ഗോപികൃഷ്ണൻ ഹൈക്കോടതി പറഞ്ഞിട്ടാണ്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം UDF-ൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ. അത് ഞാൻ വീണ്ടും ഒരു കടമെടുത്ത് പറയുകയാണ്. വാസ്തവത്തിൽ അത് കടമെടുക്കേണ്ടത് പിണറായി വിജയൻ്റെ ഭാഷയല്ല. ഉമ്മൻചാണ്ടിയോട് ആ മനുഷ്യൻ അന്ന് ചോദിച്ചല്ലോ, ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഞാൻ പറയുക, പിണറായി വിജയൻ്റെയും ഇവിടുത്തെ UDF-ൻ്റെ പ്രതിനിധിയുടെയും കടമെടുത്തുകൊണ്ട് പറയാം, ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം പിണറായി വിജയനും ദേവസ്വം മന്ത്രിക്കും CPM-നും ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ആദ്യം ദേവസ്വം മന്ത്രിയോട് രാജിവെക്കാൻ പറ. ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട കല്ലേ ഇവർ. ഇത്രയേറെ സംഭവം ഉണ്ടായിട്ട് ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടോ? ദേവസ്വം മന്ത്രി രാജിവെച്ചോ? പറ. അപ്പോൾ ഇതൊക്കെയല്ലേ ആദ്യം ചെയ്യേണ്ടത്? സത്യസന്ധമാണെങ്കിൽ ഇതിനകത്ത് സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനം ഈ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിലില്ല. കളവിനിവരെല്ലാം കൂട്ടാളികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? SIT-യുടെ വഴിയിലൂടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതല്ലാതെ എന്ത് പറയാൻ പറ്റൂ? SIT തടയാൻ പറ്റൂ നിങ്ങൾക്ക്? ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോകുന്നത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഫീസർ ഇത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ചർച്ച ചെയ്യുമോ? സ്വർണം പോയ വഴിക്ക് പോവില്ലേ? അപ്പോൾ എത്ര സ്വർണം പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം കാണാത്തത്? ഇത് ചിന്തിക്കണ്ടേ? എന്നിട്ട് പറയാം ഞങ്ങൾ സുതാര്യമാണ്, ഞങ്ങളെല്ലാം നേരെ നോക്കുന്നു. നാണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മിസ്റ്റർ. തെറ്റാണെങ്കിൽ തെറ്റ് പറയണം. 2000 നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചതിനോട് ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാം. ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഇത്തരം ഏർപ്പാടിനോട്. ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഈ പോറ്റിയെ കൊണ്ടുവന്നതും ഈ പോറ്റിക്ക് പോറ്റിയതും ഈ പോറ്റിയെ ഈ രീതിയിലാക്കിയതും പോറ്റിയിൽ നിന്ന് പൈസ മേടിച്ചതും ഒക്കെ ഈ അടുത്തും വലുതും ആൾക്കാരാണ്. ശ്രീ രാഹുൽ ഈശ്വർ, Day 1 മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ വലിയ തട്ടിപ്പിൽ അറിയേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഈ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു? 2, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? ഇനി ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ മറവിൽ കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? സ്വർണ്ണപ്പാളികൾക്ക് എവിടെയാണ് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. പക്ഷേ അറസ്റ്റുകൾ ഒന്നൊന്നായി നടക്കുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് നേരിട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ അതിനെ നിയോഗിച്ച പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഇതോടുകൂടി രാഹുൽ, ഈ സംഭവത്തിലെ മുഴുവൻ ആളുകളിലേക്കും യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞു എന്ന് പറയാറായോ? ശ്രീ ഗോപികൃഷ്ണൻ 3 പോയിന്റ് ഞാൻ തുടങ്ങിയപ്പോൾ 1-2 മതപരമായ റെഫറൻസ് കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശബരിമല ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദ കേന്ദ്രമാണ്.
കലികാലം തീരുന്നത് വരെ അയ്യപ്പനും വാവരും വെളുത്തയും അവിടെ കാണും. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു പോലും അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവരെ പ്രണമിച്ചിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അയ്യപ്പന്റെ നിശ്ചയമാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ശബരിമലയുടെ മതസൗഹാർദ്ദ ക്യാരക്ടർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഈ കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാർ സാറിനും ബാക്കിയുള്ളവർക്കും മാപ്പില്ല. പത്മകുമാർ സാറിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് നമുക്ക് അറിയില്ല, അതിലും പിന്നിൽ ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്താൽ ആഗോള തലത്തിൽ ഇപ്പം സുഭാഷ് കപൂറിന് പറഞ്ഞു, ഫിൻടെക് പോലുള്ള ചില പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം 1300 കോടി രൂപയാണ് ഇതിന്റെ ആന്റിക് മാർക്കറ്റ് ഈ സുഭാഷ് കപൂറിന്റെന്നാണ്. $6 ബില്യൺ ആണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ ആന്റിക് മാർക്കറ്റ് അല്ലെങ്കിൽ സേക്രഡ് റെലിക്സ് എന്ന് പറയുന്ന മാർക്കറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. ഇതിന് ദേശീയ അന്തർദേശീയ മാനങ്ങൾ കാണാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. പത്മകുമാർ ആദ്യ ദിവസം മുതൽ ഗോപീഷ്ണൻ ഓർമ്മ കാണും, ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെടണം, പത്മകുമാർ സാറിലേക്ക് അടക്കം അന്വേഷണം പോകണമെന്ന് പറയാൻ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ഒരു മടിയുമില്ല. ഇനി പത്മകുമാർ സാറിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഇത് തെഫ്റ്റ് ബൈ പോളിസിയാണ്, റോബറി ബൈ പോളിസിയാണ്. അതായത് കൊള്ള ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടി നയമുണ്ടാക്കി, നടപടികൾ ഉണ്ടാക്കി, വ്യാജരേഖകൾ ഉണ്ടാക്കി മുമ്പോട്ട് പോവുകയാണ്. ഇതാരും പിടിക്കപ്പെടില്ല എന്ന് കരുതുകയുണ്ടായി. ഇനി ഏറ്റവും പ്രധാനം ശ്രീ ഗോപീഷ്ണൻ ചോദിച്ചതാണ്, ശബരിമലയിൽ ഓൾറെഡി ഉള്ള ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? വിജയമല്യ തന്ന 24 കാരറ്റ് തനി തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ഒന്നെങ്കിൽ ഇവർ മുറിച്ചു വിറ്റു, അല്ലെങ്കിൽ ഇവർ മറിച്ചു വിറ്റു. കൂടുതൽ സാധ്യത മറിച്ചു വിൽക്കാനാണ്. കാരണം ഒരു ഡിവൈൻ വാല്യൂ വെച്ച് പല ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ എടുത്ത് ഇവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇത് അറിഞ്ഞുകൊണ്ടൊരു തീരുമാനമാണ്. കാര്യം 39 ദിവസം യഥാർത്ഥത്തിൽ ദേവസ്വം അവിടേക്ക് എത്താൻ, സ്വർണ്ണ പണിക്കാരൻ്റെ അടുത്തേക്ക് എത്തി. ദേവസ്വം ബോർഡുകാർ അത് അന്വേഷിക്കുന്നില്ല. ഈ സ്വർണം എന്നുള്ളത് ചെമ്പാക്കി മാറ്റി. സഖാവ് പി ജയരാജൻ പറഞ്ഞതുപോലെയല്ല, ഇതൊരു അവധാനത കുറവൊന്നുമല്ല. ദേവസ്വം ബോർഡ് കള്ളത്തരം ചെയ്തതാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡാണ് അയ്യപ്പന്റെ സ്വർണം കട്ടത്, ബാക്കി ആൾക്കാരുമല്ല, ഉദ്യോഗസ്ഥരല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ദേവസ്വം ബോർഡിന് മാറാൻ കഴിയില്ല. ഇനി ഇവരെയും പിന്നിൽ നിന്ന് നയിക്കുന്ന ശക്തികളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഹൈക്കോടതിയുടെ 7-8 ഇടക്കാല വിധിന്യായങ്ങളിൽ കാര്യം വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവ് കണ്ണിവൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദേവസ്വം ബോർഡിന്റെ കൂടുതൽ ആൾക്കാർ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ആരെയാണെങ്കിലും വെറുതെ വിടരുത്. കൂടുതൽ ഇതിലേക്ക് ക്ലാരിറ്റി വരുത്തണം. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും എന്താ പറയണേ, അതിൽ ആ കേസിലേക്ക് പെടണം, അവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആക്റ്റീവ്ലി ശ്രദ്ധിക്കേണ്ടത്, ശബരിമലയുടെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേശീയ മാനങ്ങളിൽ തന്നെ വളരെയധികം നാണക്കേട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വിശ്വാസ്യത വീണ്ടെടുക്കണം, ആ രീതിയിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം. അതിന്റെയും പല ലക്ഷണങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് അതും കൂടെ സൂചിപ്പിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് രാഹുൽ, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനാണല്ലോ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും എന്റെ മേശപ്പുറത്ത് വന്നിട്ടില്ല, ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ബോർഡിന് മാത്രമാണ് അറിയാവുന്നത്, ഞാൻ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, ചെമ്പുപാളികൾ സ്വർണം പൂശണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊന്നും തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റ് അല്ല, വകുപ്പല്ല, അത് ബോർഡാണ് ആ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്നാണ്. അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും രാഹുൽ ഈശ്വർ തയ്യാറാണ്. രണ്ട് കാര്യങ്ങളാണ്. ദേവസ്വം ബോർഡിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ദേവസ്വം ബോർഡ് ഒരു സെമി ഗവൺമെന്റൽ ബോഡിയാണ് എന്ന് പറയുമ്പോഴും അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കൂടിയാണ്. അതുകൊണ്ട് ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് ഭരണഘടനാപരമായി ഇടപെടാൻ പരിമിതികൾ ഉണ്ടെങ്കിലും ദേവസ്വം മന്ത്രി, ഭരണ സംവിധാനം, മുഖ്യമന്ത്രി തുടങ്ങിയുള്ളവർക്ക് അതിന്റെ മേളിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീ പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദിത്തമല്ല, നേതൃത്വമാണ് ഉള്ളത്. അല്ലെങ്കിൽ ശ്രീ വാസുവിന് ഉത്തരവാദിത്തമല്ല, ശ്രീ വാസു സാർ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കടകംപള്ളി സാറിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം കോടതി വിധിയിൽ അദ്ദേഹത്തിന്റെ പേരില്ല. കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇതുവരെ രാഹുൽ പറഞ്ഞത് പത്മകുമാറിനെ പോലെ ഒരാൾക്ക് ഇതിൽ അദ്ദേഹം ഭാഗമാകാതിരിക്കട്ടെ എന്നാണ്, അങ്ങനെ ആകട്ടെ എന്നാണ് താങ്കൾ ഒരു ശുഭപ്രതീക്ഷ പോലെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന് ഒരു ഭാഗത്ത് പറയുന്നത്, ഈ മാർച്ച് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അപ്രകാരം ഒന്നാം പ്രതിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും സ്വർണം കവർച്ച ചെയ്യുന്നതിനും ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തെളിവായതായി പറയുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ബോധപൂർവം
ഇതിന്റെ ഭാഗമായി എ പത്മകുമാർ പ്രവർത്തിച്ചു എന്നല്ലേ രാഹുൽ മനസ്സിലാക്കുക? ഇനി അത് മാത്രമല്ല, ഇനിയും ദ്വാരപാലക ശില്പങ്ങളുടെ കേസ് വരും, ഇങ്ങനെ എത്രയോ ബാക്കിയുള്ള സമാനമായ കണക്റ്റഡ് കേസ് വരും. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളൊക്കെ, അതായത് പത്മകുമാർ സാർ എന്ന് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അതിന് എന്താ പറയുക, അദ്ദേഹത്തെ ആ കാര്യം ചെയ്തതിനെ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷേ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള, ശബരിമലയുമായി ചരിത്രപരമായി ഇത്രയും ബന്ധമുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാം ആദരിക്കുന്ന ഹരിവരാസനത്തോടക്കം ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ കോൺട്രാക്ടറായിരുന്നു. ആ തിരുമുറ്റത്ത് കളിച്ചു വളർന്ന ഒരു വ്യക്തി അവിടുത്തെ സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് എടുത്തു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വേദനയാണ്. കാര്യം ഞങ്ങൾക്ക് ഇതൊരു ടെക്നിക്കൽ കാര്യമല്ലല്ലോ, ബാങ്കിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുന്ന പോലെ അല്ലല്ലോ അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ സ്വർണ്ണം അടിച്ചു മാറ്റുന്നത്. അപ്പൊ ആ വേദനയും വിഷമവും വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ആ വേദന മാത്രമാണ് ഞാൻ റിഫ്ലക്ട് ചെയ്തത്. രണ്ട്, പത്മകുമാർ സാറിന്റെ ആക്റ്റീവായ അറിവോടുകൂടി ഇത് ചെയ്യാൻ പറ്റൂ. കാര്യം ദേവസ്വം രേഖകൾ വ്യാജരേഖ ചമച്ചു. ഇപ്പൊ അങ്ങ് പറഞ്ഞത് ഈ നമ്മുടെ വാതിൽ പാളികളുടെ മാത്രം കാര്യമാണ്. ഇനിയും ദ്വാരപാലക ശില്പങ്ങളുടെ കേസ് വരും. അതിലടക്കം ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ വേണം. അത് പത്മകുമാർ സാറാണോ പുറകെ നിൽക്കുന്ന ആൾക്കാരാണോ നമുക്കറിയില്ല. അതായത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വെറും പ്യൂണാണ്, മുരാരി ബാബു വെറും കൈയാണ്. ഇതിനൊരു ബ്രെയിൻ ഉണ്ടാകണം. ഇതൊരു നയപരമായ കൊള്ളയാണ്, തെഫ്റ്റ് ബൈ പോളിസിയാണ്. അപ്പോൾ ആ തെഫ്റ്റിനൊരു പശ്ചാത്തലം ഉണ്ടാകണം. ഇനി ഏറ്റവും വിഷമം, 2019 വിശ്വാസികൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുമ്പോൾ പത്മകുമാർ സാറ് സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ നടത്തുകയായിരുന്നു എന്ന് കേൾക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗോപികൃഷ്ണൻ, 2019 ആദ്യ കാലങ്ങളിൽ ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ലോകത്തെ പല രാജ്യങ്ങളിൽ. ആ സമയത്ത് പത്മകുമാർ സാറ് അല്ലെങ്കിൽ പത്മകുമാർ സാറിന്റെ കൂടെ ഉള്ളവരും പത്മകുമാർ സാറും ഈ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാപാപമാണ് അദ്ദേഹം ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, അങ്ങ് ഒരു വലിയ മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും വേറെ ആരെങ്കിലും കൂടി ഇതിലുണ്ടെങ്കിൽ, അങ്ങേ പിന്നിൽ നിന്ന് ചെയ്യിച്ചതാണെങ്കിൽ ആ സത്യം കൂടെ പറയണം, സമസ്താപരാധം പറയണം. എന്തായാലും കോടതിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, പക്ഷേ അയ്യപ്പൻ അദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ശ്രീ ജെയ്സി തോമസ്, ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശബരിമലയിലെ ഈ അവിടുത്തെ പുരോഗതി സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, വികസന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ഈ നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ എ പത്മകുമാർ കൂടി അറസ്റ്റിലാകുന്നു. ഇനി കടകംപള്ളിക്ക് എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ഇതൊക്കെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയല്ലേ CPIM-ന്? ഒടിച്ചു നിർത്തി, മാറ്റി നിർത്തി എന്നതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ആഘാതമാണോ? തീർച്ചയായിട്ടും അത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടിയുടെ പ്രശ്നമായിട്ടല്ല ഈ കേസിനെ തുടക്കം മുതൽ CPIM, ഇടതുപക്ഷം പൊതുവിൽ CPIM വിശിഷ്യ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ സമാരംഭം മുതൽ പാർട്ടിയുടെ നിലപാട് ഈ കാര്യത്തിൽ ഒരു തരി പൊന്ന് ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരായവർക്ക് നേരെ കുമാര സഹോദരന്മാരെ പോലെയോ BJP അനുഭാവികൾ നടത്തിയ അമ്പലക്കൊള്ള പോലെയുള്ള സമീപനമായിരിക്കില്ല സംസ്ഥാന സർക്കാരിന്റെയും ആ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്നും ഉണ്ടാവുക. ഈ നിലപാട് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടൊരു താൽക്കാലിക പ്രശ്നമെന്ന നിലയിലല്ല, മറിച്ച് ഈ ആരാധനാലയങ്ങളോടും വിശ്വാസി സമൂഹത്തോടും ഇവർ കാണിക്കുന്ന ചെപ്പിടി വിദ്യയും മാനായും മാരീചനായുമുള്ള വേഷപ്പകർച്ചയും പോലെയല്ല, നിതാന്തമായ ജാഗ്രതയും ആഭിമുഖ്യമുള്ളവർ എന്ന നിലയിലാണ് ഈ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിധിയുടെ ജയപരാജയങ്ങളുടെ കള്ളികൾക്കുള്ളിൽ വെച്ചിട്ട് സ്വീകരിക്കേണ്ട ഒരു സമീപനമല്ല ഈ കേസിൽ തുടക്കം മുതൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, അതോടൊപ്പം വിലയിരുത്തേണ്ടതും മറുപടി പറയേണ്ടതുമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ദീർഘസമയം എടുത്തുകൊണ്ട്, സ്വാഭാവികമാണ്, ഞാനതിൽ അസ്വാഭാവികത ആരോപിക്കുന്നില്ല, ദീർഘസമയം എടുത്തുകൊണ്ട് കോൺഗ്രസ് BJP പ്രതിനിധികൾ ചാപ്പയടിക്കുന്നത് പോലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികൾ, രണ്ടു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളെങ്കിലും അവരുടെ ശബ്ദം ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. ആദരണീയനായ കോൺഗ്രസ് നേതാവും BJP പ്രതിനിധിയും ഒരേപോലെ ഇടതുപക്ഷത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമുണ്ടോ, നിങ്ങൾക്ക് ഉളുപ്പില്ലേ, നിങ്ങൾക്ക് മാനമുണ്ടോ? രണ്ടുപേരുടെയും ശബ്ദം ഏറെക്കുറെ, ശബ്ദവും വാചകങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേപോലെയായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിഷയം ഇടതുപക്ഷത്തിന് നേരെ ചാപ്പയടിക്കാനുള്ള എന്ത് കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഏതു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മാനവും ഉളുപ്പും ഒക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം കോൺഗ്രസ് BJP പ്രതിനിധികൾ ചോദിക്കേണ്ടത്. അതായത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വാമി വിവേകാനന്ദന്റെ സുപ്രസിദ്ധമായ ഒരു പ്രതികരണമുണ്ട്, വിശന്ന് വലയുന്ന മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭക്ഷണത്തിന് ദൈവത്തിന്റെ സ്വരൂപമുണ്ട് എന്ന് വിവേകാനന്ദന്റെ ഒരു പ്രതികരണമുണ്ട്. ഞാൻ ആ പ്രതികരണത്തെ ഇപ്പോഴിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, വയനാടിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് അയ്യപ്പന്റെ മുഖമാണുള്ളത്, അല്ലെ? നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിലെ കോടാനുകോടി വരുന്ന വിശ്വാസി സമൂഹം പലവിധ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ദൈവത്തിന്റെ മുഖമായിരുന്നു, ദൈനതയുള്ള മുഖമായിരുന്നു ഈ വയനാട്ടിലെ ഇരകളാക്കപ്പെട്ട സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. ആ മനുഷ്യരുടെ പേരിൽ കോടാനുകോടി വരുന്ന രൂപ പിരിച്ച്
അതിൽ നിന്ന് പുട്ടുപടിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും കതർ ധരിച്ച് കേരളത്തിലെ ചാനൽ മുറികളിൽ സംവാദകിടങ്ങളിൽ കോൺഗ്രസ്സുകാരായി കയറി ഞെരങ്ങുന്ന നിങ്ങൾക്കല്ലേ ആ ചോദ്യം ചേരുക? നിങ്ങൾ പിരിച്ച പണം എവിടെ? നിങ്ങൾ സാധാരണക്കാരുടെ ദൈന്യത ചൂണ്ടിക്കാട്ടി നിങ്ങളൊക്കെ പിരിച്ച് പുട്ടടിച്ച തുക എവിടെ? ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഞങ്ങൾ അങ്ങ് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഇടപെട്ടുകൊണ്ട് എനിക്കിത് ചോദിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു സംവാദം അലമ്പാക്കുക എന്റെ ലക്ഷ്യമല്ല. പൂർത്തിയാകട്ടെ. ഞാൻ നിർത്തി. ഞാൻ നിർത്തി. ഈ ഏത് വിഷയവുമാവട്ടെ, ഞങ്ങൾ പ്രതിരോധത്തിലോ അറ്റാക്കിംഗ് ഡിഫൻസിലോ അറ്റാക്കിംഗ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ജേക്ക് പറയൂ. അങ്ങ് എന്നേക്കാൾ പ്രായത്തിലും അനുഭവത്തിലും എത്രയോ വലിപ്പമുള്ള നേതാവാണ്. അങ്ങേക്ക് അല്പം കൂടെ അങ്ങയുടെ അവരവരുടെ അവസരങ്ങൾ ഓവർലാപ്പ് ചെയ്ത് ഇടപെടാതെ ഒരു സംവാദം അതിന്റെ അന്തസത്തയോടുകൂടെ പൂർത്തീകരിച്ചാൽ മാത്രമല്ലേ ഇതിന്റെ ശ്രോതാക്കൾ, അതിൽ കോൺഗ്രസും BJPയും ഇടതുപക്ഷവും ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാവർക്കും നമ്മൾ പറയുന്ന വാദകൂങ്ങങ്ങൾ കേട്ട് ഇതിലേതാണ് കൂടുതൽ ശരിയെന്ന് സംശീകരിച്ചെടുക്കാൻ കഴിയുന്ന അപ്പോഴല്ലേ. അപ്പോൾ ഇടയ്ക്ക് കയറി ഇടപെട്ട് ഓവർലാപ്പ് ചെയ്ത് ഒരു സംവാദം അലമ്പാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ അങ്ങയോട് ചോദിച്ചത് എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വിലയിരുത്തിയ ഐക്യ കേരള ചരിത്രത്തിലെ മഹാബലിയ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ പേരിൽ നിങ്ങളൊക്കെ പണം പിരിച്ചു. ചെറിയ പണമല്ല, ലക്ഷങ്ങളും കോടികളും നിങ്ങളൊക്കെ പിരിച്ചു. 100, 200, 300 വീട് പണിതു കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഇപ്പോഴത്തെ പ്രസിഡന്റ് മുതൽ അങ്ങയുടെ വലിയ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വരെ നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ എന്ന് പറഞ്ഞു. സർക്കാർ ഭൂമി തല്ലെന്നെങ്കിലും ഞങ്ങൾ ഭൂമി വാങ്ങി വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ വീട്? എവിടെ പിരിച്ച പണം? വയനാട്ടിലെ സാധാരണക്കാരെ ചൂണ്ടിക്കാട്ടി നിങ്ങളൊക്കെ പിരിച്ച് പുട്ടടിച്ച കോടികൾ എവിടെ? നിങ്ങൾക്കില്ലേ ഉളുപ്പ്? നിങ്ങൾക്കില്ലേ മാനം? നിങ്ങൾക്കില്ലേ അന്തസ്സ്? ഇത് ചോദിക്കേണ്ടത് ആരോടാണ്? നിങ്ങളോടാണ്. കോൺഗ്രസ് ആയി നാട്ടിൽ പ്രവർത്തിച്ച് നടക്കുന്ന നിങ്ങളോടാണ്. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു. ഞാൻ കുമാര സഹോദരന്മാരുടെ കോൺഗ്രസ് കാലയളവിൽ കോടാനുകോടിയുടെ ഈ ക്ഷേത്രത്തിലെ അഴിമതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് മിണ്ടിയില്ലല്ലോ. ആ കേസ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്ത് കോടതിയുടെ സമക്ഷത്ത് നിൽക്കുകയല്ലേ. BJP നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ എന്തോ തരത്തിൽ ക്ഷേത്രത്തെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന്. നിങ്ങൾ ക്ഷേത്രത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളൊന്നും ഒരു ആരാധനാലയത്തെയും അപമാനിക്കാൻ ശ്രമിക്കുന്നവരല്ല. ഇല്ലേ? RSSന്റെ വലിയ നേതാവ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ കേരളം സന്ദർശിച്ചു പോയല്ലോ. ഇല്ലേ? ഇതെല്ലാം ഇപ്പൊ ഈ സംവാദത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി പറയാം. എങ്കിലും ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ ഈ ചർച്ചകൾ, ഇതിലൊക്കെ CPM എന്തു മറുപടി പറയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത്? അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം അത് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ പ്രശ്നത്തിൽ വിശ്വാസികളോടൊപ്പം എന്ന ശക്തമായ സമീപനമുള്ളത് കൊണ്ടല്ലേ ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ CPIMന്റെ ഒരു പ്രധാന പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഘട്ടത്തിലും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളോടൊപ്പം എന്നല്ലല്ലോ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ആ അറസ്റ്റിന് നേതൃത്വം നൽകിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊപ്പമാണ് ഞങ്ങൾ. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമായി വരുന്നതേ ഉള്ളൂ. കാരണം പത്മകുമാറിന്റെ അറസ്റ്റിൽ അവസാനിക്കുന്നതാകില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ. ഇനി അത് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. എത്ര കാലം, എത്ര പേരെ മാറ്റി നിർത്തിക്കൊണ്ട് CPMനും സർക്കാരിനും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് നിഷ്കളങ്കമായി പറയാൻ പറ്റും എന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിലുള്ള ചോദ്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിന് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.